മനസ്സിലാക്കാനും അനുകരിക്കാനും പ്രാവർത്തികമാക്കാനും വേണ്ടി ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും കിലയിലേക്ക് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്നവരുടെ എണ്ണം അടുത്ത കാലത്തായി ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. ഇവിടെ കാണേണ്ടുന്നൊരു കാര്യം, ഈ രാജ്യങ്ങളൊക്കെ തന്നെ സംസ്ഥാനങ്ങളൊക്കെ തന്നെ പരിശീലനത്തിന് മുന്തിയ പരിഗണന കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലം പരിശീലനമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അധികാരവും വിഭവവും ഉദ്യോഗസ്ഥ പുനർവിന്യാസമൊക്കെ നടത്തുന്ന സമയത്ത് വലിയ പരിഗണനയായിരുന്നു പരിശീലനത്തിന് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ അനുപേക്ഷണീയമായിട്ടുള്ള ഒരു ഘടകമായി നമുക്ക് പരിശീലനത്തെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരികയാണ്. കഴിഞ്ഞ 14-ാം തീയതി തിരുവനന്തപുരത്ത് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിൻ്റെ ഒരു യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഒന്ന്, അഴിമതിരഹിതമായ സുതാര്യമായ ഉത്തരവാദിത്വമുള്ള ഒരു ഭരണം അത് കാഴ്ചവെക്കുക എന്നുള്ളതിന് അതിപ്രാധാന്യം നൽകണം എന്നുള്ളതാണ്. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞ കാര്യം പരിശീലനത്തിൻ്റെ കാര്യമാണ്. ഇപ്പോൾ പരിശീലനം വളരെ അനിവാര്യമാണ് എന്ന് അദ്ദേഹം കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം അവിടെ സൂചിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞത്, അതായത് അക്കാഡമിക് രംഗത്ത് ഒരുപാട് അനുഭവമുള്ള വ്യക്തി, അദ്ദേഹം പറഞ്ഞത് കോളേജ് അധ്യാപകർക്കൊക്കെ തന്നെ ഓറിയൻറ്റേഷൻ അതുപോലെ തന്നെ റിഫ്രഷർ കോഴ്സുകളുണ്ട്. അങ്ങനെ മറ്റ് വകുപ്പുകളും ഇങ്ങനെ പരിശീലനം നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളെ വരുന്നുണ്ട്. അതേ സമയത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ അത്തരം നിർബന്ധമായിട്ടുള്ള രീതിയിൽ പരിശീലനം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പരിശീലനത്തിന് വലിയ പ്രാധാന്യം കൊടുത്താൽ മാത്രമേ ഉദ്യോഗസ്ഥന്മാരുടെ ജനപ്രതിനിധികളുടെയും അറിവും കഴിവും വികസിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പരിശീലനത്തിന് വലിയ പരിഗണന കൊടുത്തുകൊണ്ട് തുടർ പരിശീലന രീതിയിൽ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥന്മാരെയും പരിശീലിപ്പിച്ചെടുക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമായിട്ട് മുഖ്യമന്ത്രി മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ പുതിയ ജനപ്രതിനിധികൾ വന്നു, അവർക്കുള്ള 6 ദിവസത്തെ പരിശീലനം പൂർത്തിയായ ശേഷം വീണ്ടും ഇലക്ഷൻ ശേഷം വീണ്ടും പരിശീലന പരിപാടി ആരംഭിക്കുകയാണ്. അപ്പോൾ സുസ്ഥിരമായിട്ടുള്ള രീതിയിൽ പരിശീലനം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന, ഉദാഹരണമായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് കഴിഞ്ഞ വർഷം വന്നവരുടെ എണ്ണം, അതായത് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ 500-ലേറെ വരും. സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ശ്രീലങ്കയിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പങ്കാളിത്തം ഇവിടെ കിലയിലുണ്ടായിരുന്നത്. നേപ്പാളിൽ നിന്ന്, ഭൂട്ടാൻ, ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, ഇന്തോനേഷ്യ, കംബോഡിയ, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ നിരന്തരമായിട്ട് പരിശീലനത്തിന് ഇവിടെ ആൾക്കാർ എത്തിച്ചേരുമ്പോൾ തീർച്ചയായിട്ടും അതിനോടനുസൃതമായിട്ടുള്ള ഒരു ഭൗതിക സാഹചര്യവും നാം ഒരുക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കിലയിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള പരിശീലന ബ്ലോക്ക് ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടെ സാധാരണ മാനുവലായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം മാറ്റി നമ്മുടെ വിരൽ തുമ്പിൽ ഒരു ഐപാഡിലൂടെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനത്തിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള നൂതനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ പരിശീലന കേന്ദ്രം ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണത്. അപ്പോൾ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ആ സുസ്ഥിരമായ ആ പോക്കിന് നിരന്തരമായിട്ടുള്ള പരിശീലനം ഉണ്ടായേ മതിയാകും. അതിൻ്റെ ഭാഗമായിട്ട് വിവിധ കൈപ്പുസ്തകങ്ങളൊക്കെ തന്നെ കില രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി കൈപ്പുസ്തകങ്ങളുടെ പ്രകാശനകരം നിർവഹിക്കുകയാണ്. അപ്പോൾ ഒരു പരിശീലന പരിപാടി നടക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന ആ ഒരു കാര്യങ്ങൾക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൈപ്പുസ്തകങ്ങൾ, മൊഡ്യൂളുകൾ. അപ്പോൾ ഓരോ പരിശീലനവും നടത്തുന്നത് പ്രത്യേകമായ മൊഡ്യൂൾ ബേസ്ഡ് ആയിട്ടാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ ക്വാളിറ്റേറ്റീവായിട്ടുള്ള പരിശീലന പരിപാടി നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പരിശീലനത്തിൻ്റെ ആ ഒരു ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. അതുകൊണ്ടാണ് ചിട്ടയായിട്ട് സമയബന്ധിതമായിട്ടുള്ള രീതിയിലേക്ക് പരിശീലന പരിപാടി മാറ്റിയെടുത്തുകൊണ്ടുള്ള പ്രവർത്തനം കില ആരംഭിച്ചിട്ടുള്ളത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല.
ഇവിടെ എന്നിൽ അർപ്പിതമായ കർത്തവ്യം നമ്മുടെ മുഖ്യ അതിഥികൾക്ക് സ്വാഗതം അരുളുക എന്നുള്ളതാണ്. ഈ പരിപാടിയുടെ, അതായത് ആധുനികവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഈ പരിശീലന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ KT ജലീൽ അവർകളാണ്. ഒരു അറിയപ്പെടുന്ന അക്കാഡമിഷ്യൻ, നല്ലൊരു ചിന്തകൻ, അതിലുപരി എഴുത്തുകാരൻ, പല വിഷനോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തി. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അദ്ദേഹം കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ച് വളരെ നല്ല രീതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും അതുപോലെ തന്നെ അധികാര വികേന്ദ്രീകരണം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഒരു നൂതനമായിട്ടുള്ള മുഖം നാം പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹത്തിൽ നിന്നും. അതിനുള്ള ആ വിഷൻ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു യോഗത്തിൽ പറഞ്ഞത്, അതായത് തടസ്സങ്ങൾ, ജനപ്രതിനിധികൾ അനുഭവിക്കുന്ന തടസ്സങ്ങൾ, ഉദ്യോഗസ്ഥന്മാർ അനുഭവിക്കുന്ന തടസ്സങ്ങളൊക്കെ തന്നെ അത് ഒരിക്കലും നീട്ടിക്കൊണ്ട് പോയിക്കൂടാ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അധികാര വികേന്ദ്രീകരണം ശക്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ വിഷനോടുകൂടി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. ഈ ചടങ്ങിൽ ഈ പരിപാടിയുടെ ഉദ്ഘാടകർ നിർവഹിക്കുന്ന അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യാം. ഈ പരിപാടിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് സ്ഥലം MLA ശ്രീ അനിൽ അക്കര അവർകളാണ്. നമുക്കറിയാം, അടാട്ട് ഗ്രാമപഞ്ചായത്ത്, ആ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. വളരെ നൂതനമായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി അദ്ദേഹം ആ പഞ്ചായത്തിനെ ഔന്നത്യത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അവിടെയും അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ആ അവസരങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഒരുപാട് നൂതനങ്ങളായിട്ടുള്ള പരിപാടികൾക്ക് രൂപം നൽകാൻ പ്രാപ്തമാക്കി. അങ്ങനെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ പല നൂതന ആശയങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാനും അത് കർമ്മതലത്തിലേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞ വ്യക്തിയാണ് ശ്രീ അനിൽ അക്കര. ഈ ചടങ്ങിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന അദ്ദേഹത്തെ വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മുഖ്യാതിഥിയായി സംബന്ധിക്കുന്ന ശ്രീ AC മൊയ്തീൻ അവർകൾ, ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി, ഏതാനും നിമിഷങ്ങൾക്ക് എത്തിച്ചേരും. അദ്ദേഹത്തിൻ്റെ ഭാവത്തിൽ അദ്ദേഹത്തിന് സ്വാഗതം പറയുകയാണ്. അതുപോലെ ഇവിടെ ആശംസാ പ്രസംഗത്തിനായിട്ട് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീല വിജയകുമാർ ഉടനെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം മന്ത്രിയുടെ ആ ഒരു ചടങ്ങിൽ അവരും സംബന്ധിക്കുന്നുണ്ട്. അവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈജു ഇവിടെ വേദിയിൽ ഉപവിഷ്ടനായിട്ടുണ്ട്. ഇപ്പോൾ വളരെ താല്പര്യപൂർവ്വം ഈ പരിപാടി സംബന്ധിക്കാനായിട്ട് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മുളങ്ങുത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ബെന്നി എല്ലാ കാര്യങ്ങൾക്കും കിലയുമായി ചേർന്നുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടി ഇപ്പോൾ നടത്തിയത് ഒരു പ്രത്യേക ഗ്രാമസഭയാണ്. അത് അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രാമസഭ. ഈ പ്രദേശത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ ധാരാളമായി താമസിക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ, അപ്പോൾ അവരെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ നമുക്ക്. പക്ഷേ ഒരു പഞ്ചായത്ത് എങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും? ഇപ്പോൾ ഒരു വലിയ സാമൂഹ്യ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിന് അങ്ങനെ നൂതനമായിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവന്ന് അത്തരം പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുന്ന പഞ്ചായത്താണ് മുളങ്ങുന്ന ഗ്രാമപഞ്ചായത്ത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് അവിടുത്തെ ശക്തിയോടെ പ്രവർത്തിക്കുന്ന, വളരെ നേതൃത്വപരമായിട്ടുള്ള പങ്കാളിത്തോടെ പ്രവർത്തിക്കുന്ന ശ്രീമതി ബിന്ദു ബെന്നി അവറുകളാണ്. അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ PR സുരേഷ് ബാബു വേദിയിൽ ഉണ്ട്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ KS സുഭാഷ് ഈ സ്ഥലം മെമ്പർ കൂടിയാണ്. അദ്ദേഹത്തെ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിധരായിട്ടുള്ള വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ചെയർമാൻമാർ, ഇത് പറയുമ്പോൾ ഇന്നും മിനിഞ്ഞാന്ന് ഇന്നലെയും ഇന്നുമായിട്ട് 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്കുള്ള പരിശീലന പരിപാടി നടന്നു വരികയാണ്. അതൊന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, മറ്റൊന്ന് വികസനകാര്യം, പിന്നെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി.
ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഇവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിശീലനത്തിനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെല്ലാവരെയും അതോടൊപ്പം തന്നെ അവരോട് ആ സംഘത്തിൽപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെയും ഹാർദമായി സ്വാഗതം ചെയ്യട്ടെ. ക്ഷമിക്കണം, ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി രഞ്ജു വാസുദേവൻ ഉപവിഷ്ടയായിട്ടുണ്ട്. അവരെയും ഈ ചടങ്ങിലേക്ക്, ഉദ്ഘാടന ചടങ്ങിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിധരായിട്ടുള്ള മറ്റ് ക്ഷണിതാക്കൾ, അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർ, അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സംവിധാനം, അതായത് ഈ മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഈ ട്രെയിനിങ് ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി കിലയെ സഹായിച്ച അല്ലെങ്കിൽ അതുമായി പ്രവർത്തിച്ച പ്രമുഖരായിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് PWD ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, PWD ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇലക്ട്രോണിക്സ് വിഭാഗക്കാർ, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വിഭാഗം, അതുപോലെ തന്നെ ഫാൾ സീലിംഗ് നടത്തിയ PWD വിഭാഗം, ഇവരെയൊക്കെ തന്നെ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള മാധ്യമപ്രവർത്തകരെയും അതുപോലെ തന്നെ മറ്റ് പ്രത്യേക ക്ഷണിതാക്കളെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് അധ്യക്ഷപദം അലങ്കരിക്കാൻ ബഹുമാനപ്പെട്ട MLA ശ്രീ അനിൽ അക്കരയെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനായ കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഡോക്ടർ KT ജലീൽ അവറുകൾ, സ്വാഗതം പറഞ്ഞ ഡോക്ടർ PB ബാലൻ, ഏതാനും നിമിഷങ്ങൾക്ക് എത്തിച്ചേരുന്ന വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട സഹകരണ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി കൂടിയ ശ്രീ SC മൊയ്തീൻ, ശ്രീ അഡ്വക്കേറ്റ് ലൈജു എടക്കൽത്തൂർ, ശ്രീമതി ബിന്ദു ബെന്നി, ശ്രീ PR സുരേഷ് ബാബു, ശ്രീമതി രഞ്ജു വാസുദേവൻ, ശ്രീ KH സുഭാഷ് തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന വ്യക്തിത്വങ്ങളെ, മാധ്യമപ്രവർത്തക സുഹൃത്തുക്കളെ, ഒരു ദീർഘമായ പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നില്ല. മന്ത്രിക്ക് കോഴിക്കോട് വളരെ പ്രധാനപ്പെട്ട 2-3 പരിപാടികൾ പങ്കെടുക്കേണ്ടതുണ്ട്. അതിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒക്കെ കാലഘട്ടങ്ങളിൽ ഇവിടെ നിരവധി പരിപാടികൾ പങ്കെടുക്കാനും പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കാനും പരിശീലിപ്പിക്കാനും ഒക്കെ എത്തിച്ചേർന്ന ഞാൻ നിയമസഭാംഗമായി അവിടെ വരാൻ കഴിഞ്ഞുള്ള സന്തോഷം, അത് പ്രത്യേകിച്ച് തദ്ദേശ വകുപ്പ് മന്ത്രി കൂടി പങ്കെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള നന്ദിയും കടപ്പാടും ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. കേരളത്തിലെ അധികാര വികേന്ദ്രീയ രംഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 95-ന് ശേഷം 2016 എത്തി നിൽക്കുകയാണ്. ഒരു വലിയ കാലഘട്ടം, ഏതാണ്ട് 20 വർഷങ്ങൾക്കപ്പുറമുള്ള കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് കിലയിൽ ആധുനിക സൗകര്യങ്ങളോടിയ പരിശീലനത്തിൻ്റെ പുതിയ ബ്ലോക്കാണ് സ്ഥാപിക്കുന്നത്. തീർച്ചയായും പുതിയ ബ്ലോക്ക് പുതിയ പരിശീലനത്തിനുള്ള വേദിയായി അധികാര വികേന്ദ്രീയ രംഗത്ത് പുതിയ മോഡൽ ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ സാന്നിധ്യമായി ഇത് മാറട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ പുതിയ പഞ്ചായത്ത് ഭരണസമിതികൾ നവംബറിന് ശേഷം വന്നു, പുതിയ ഗവൺമെൻറ് വന്നു, പദ്ധതി പ്രവർത്തനങ്ങളിൽ വലിയ അനിശ്ചിതത്വം ഗ്രാമപഞ്ചായത്തുകൾ നിൽക്കുകയാണ്. പഴയ രീതിയിലുള്ള പഴയ ഗവൺമെൻറ് കാലത്തെ പദ്ധതി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണോ, അത് പുതിയ ഗവൺമെൻറ് പുതിയ എന്തെങ്കിലും തരത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പഞ്ചായത്തിൽ നിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും പഞ്ചായത്തിൽ നടക്കുന്നുണ്ട്. പല പഞ്ചായത്തുകളിലും ഗ്രാമസഭകളിലേക്ക് പദ്ധതി ആസൂത്രണവുമായി പോകുന്ന ഈ സമയത്ത് അടിയന്തരമായും പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട് അടിയന്തരമായി അറിയണം എന്നുള്ള താല്പര്യം പല പഞ്ചായത്ത് പ്രസിഡന്റുമാരും പറയുകയുണ്ടായി. അത് ബഹുമാനനായ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ സമയം ഉപയോഗിക്കുക. ഞാൻ തുടക്കത്തിൽ സൂചിച്ച പോലെ ഏതാണ്ട് 20 വർഷം കഴിഞ്ഞ കേരളത്തിലെ അധികാര വികേന്ദ്രീയ രംഗം നിരവധി മോഡലുകൾ നമ്മുടെ രാജ്യത്തുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണഭോക്താവ് കൂടിയാണ് ഞാൻ. കേരളത്തിൽ പഞ്ചായത്ത് രാജ് സംവിധാനം അധികാര വികേന്ദ്രീകരണം ഇത്ര ശക്തിപ്പെട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് നിയമസഭയിൽ എത്താൻ കഴിയുമായിരുന്നില്ല എന്ന് ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ നിയമസഭയിൽ എത്തിച്ചത് കേരളത്തിലെ പഞ്ചായത്ത് സംവിധാനമാണ് എന്ന് ഞാൻ അഭിമാനപൂർവ്വം ഓർക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ ഇതിനകത്ത് ഒരുപാട് നമുക്ക് പരിഹരിക്കേണ്ട ഇനി ഈ പുതിയ കാലഘട്ടത്തിൽ പുതിയ രീതികളുമായി പോകേണ്ടതുണ്ട്. കേരളത്തിലെ പഞ്ചായത്തുകൾ അഭിമുഖീകരിക്കുന്ന വികസന കാര്യങ്ങളിലല്ല
ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പ്രശ്നം എന്നുള്ളത് ഏറ്റവും വലിയ അധികാര കേന്ദ്രമായ ഗ്രാമസഭ. ഈ ഗ്രാമസഭയെ നമുക്ക് സത്യസന്ധമായി നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നൊരു വലിയ പ്രശ്നം 95 കാലഘട്ടം മുതൽ, ഞാൻ ഈ മേഖലയുമായി പ്രവർത്തിച്ച കാലഘട്ടം മുതൽ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ ഗ്രാമസഭ സത്യസന്ധമാണോ? 10% കോറം എന്ന് പറഞ്ഞ് 10% കള്ളൊപ്പിട്ട് പഞ്ചായത്ത് മെമ്പർമാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ളൊപ്പിടുന്ന ആളുകളായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കും. ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 20 കൊല്ലം മുമ്പ് പഞ്ചായത്ത് മെമ്പർമാരായ ആളുകൾ ഇപ്പോഴും 21ാമത്തെ വർഷവും ഇതേ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഗ്രാമസഭയുടെ സിസ്റ്റം വാർഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഗ്രാമസഭയുടെ സിസ്റ്റം നിൽക്കുന്നത്. അത് ഒരു കാലഘട്ടത്തിൽ ആ വാർഡിലെ ഗ്രാമസഭ ചേർന്ന് ആ വാർഡിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ 5 വർഷം കഴിഞ്ഞ ഗവൺമെൻറ് വന്ന് ആ വാർഡിൻ്റെ ഘടന മാറ്റുകയാണ്. ആ വാർഡിൻ്റെ ഘടന മാറ്റുന്നതോടുകൂടി നമ്മൾ ഉദ്ദേശിച്ച ഒരു ഗ്രാമം ശുചിത്വ ഗ്രാമമാക്കി മാറ്റണം ആ വാർഡ്, അല്ലെങ്കിൽ അവിടെ എല്ലാവർക്കും വെള്ളം എത്തിക്കണം. അങ്ങനെ ഒന്ന് തീരുമാനിക്കുമ്പോൾ ഈ വാർഡ് അടുത്ത തവണ സ്പ്ലിറ്റായി പോവുകയാണ്. അപ്പോൾ ആ വാർഡ് 2 ഭാഗത്ത് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ കോറത്തിൻ്റെ പ്രശ്നം നിൽക്കുന്നുണ്ട്. കല്യാണം വിളിച്ചാൽ പോലും വീട്ടിൽ നിന്ന് ഒരാൾ മാത്രം പോകുന്ന കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ ഗ്രാമസഭയിൽ 10% ആൾ വരണമെങ്കിൽ ഒരു വീട്ടിൽ 10% ആൾ വന്നാൽ മാത്രമാണ് നമ്മുടെ കോറമാവുകയുള്ളൂ. കല്യാണത്തിന് പോലും ഇന്ന് ഒരാളാണ് പോകുന്നത്. പിന്നെ എങ്ങനെ നമുക്ക് 10% ആക്കാൻ പറ്റും? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഗ്രാമസഭ, ഒന്നുകിൽ ഗ്രാമസഭയുടെ പേര് മാറ്റണം, വാർഡ് സഭ എന്നാക്കണം. ഗ്രാമസഭ എന്ന് വെച്ചാൽ അത് അർത്ഥമാക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ള വില്ലേജുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ വില്ലേജ് സഭകളിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഗ്രാമങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സ്വഭാവം മാറും. ആ വില്ലേജുകൾ നമ്മുടെ രാജ്യത്ത് സ്പ്ലിറ്റ് ചെയ്യൽ, പുതിയ വില്ലേജ് ഓഫീസ് ഉണ്ടാകും, പക്ഷേ വില്ലേജ് സ്ഥിരമായി നിൽക്കുന്ന സ്ഥാനമാണ്. അപ്പോൾ അത് അതിനകത്തൊന്നും ചിന്തിക്കണം. പല വില്ലേജുകളും നഗരത്തിൻ്റെ സ്വഭാവമുള്ളതുകൊണ്ട്. അപ്പോൾ അടിയന്തരമായും ബഹുമാനായ മന്ത്രി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തദ്ദേശ സ്വയംഭരണ രംഗത്ത് ഏറ്റവും വലിയ അധികാര കേന്ദ്രമായ നിയമസഭയെപ്പോലെ പാർലമെൻറ്റിനെ പോലെ ഏറ്റവും അധികാരമുള്ള ഒരു സഭയാണ് കേരളത്തിലെ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ജനത്തിന് നിയമസഭയിലും പാർലമെൻറ്റിലും പോകാൻ കഴിയില്ല. ഗ്രാമസഭയിലെ അംഗങ്ങളാണ് ഗ്രാമസഭയിൽ വരുന്നത്. അവരുടെ ഏറ്റവും വലിയ അധികാര കേന്ദ്രം ഗ്രാമസഭയാണ്. അപ്പോൾ ആ ഗ്രാമസഭയെ ആശ്രയിക്കാനും ആ ഗ്രാമസഭ അവരുടെ ഉത്തരവാദിത്വപരമായി സമയങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞാൽ വലിയ പ്രശ്നം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്ന വിശ്വാസം എനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗ്രാമസഭയെ ഒരു കുറ്റമറ്റ രീതിയിലാക്കുകയും ഗ്രാമങ്ങളെ എല്ലാ കാലവും ഗ്രാമങ്ങളായി നിലനിർത്താനും അതിൻ്റെ തനിമ നിലനിർത്താനും കഴിയുന്ന രീതിയിൽ ഗ്രാമസഭകൾ മുന്നോട്ട് പോകും. അതിന് വാർഡ് സിസ്റ്റം എന്നുള്ളത് ഓരോ തവണയും ഗവൺമെൻറ് മാറുമ്പോൾ എന്ന രീതിയിലേക്ക് മാറും. പക്ഷേ വില്ലേജുകൾ സ്ഥായിയായി നിൽക്കുന്നതാണ്. ആ വില്ലേജുകളെ മോഡിഫൈ ചെയ്താൽ, അല്ലെങ്കിൽ വില്ലേജുകളെ നമുക്കൊന്ന് ശരിയാക്കിയെടുത്താൽ ശരിയായ അർത്ഥത്തിൽ മഹാത്മാഗാന്ധിയുടെ ഗ്രാമസ്വരാജ് നമുക്ക് അവിടെ നടപ്പിലാക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതുപോലെ തന്നെ ഞാൻ MLA ആയ സമയത്ത് എടുത്ത കുറച്ച് തീരുമാനങ്ങൾപ്പെട്ടതാണ് MLA ഫണ്ട് കഴിയുമെങ്കിൽ തിരിച്ചെടുത്ത് പഞ്ചായത്തുകൾ കൊടുക്കണം എന്ന അഭിപ്രായം ഞാൻ പറഞ്ഞു. അത് എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ലെങ്കിൽ കൂടിയും MLA ഫണ്ട് കേരളത്തിലെ പഞ്ചായത്ത് സംവിധാനത്തെ തകർക്കും എന്ന കാര്യം യാതൊരു സംശയവുമില്ല. അപ്പോൾ അത് ഗവൺമെൻറ് തലത്തിൽ എടുക്കേണ്ട കാര്യമാണ്. പക്ഷേ ജനകീയാസൂത്രണ കാലത്ത് 95-ലെ ജനകീയാസൂത്രണ കാലത്തും അതിനുശേഷം വന്ന ജനകീയാസൂത്രണ കാലത്തുമൊക്കെ വളരെ സജീവമായി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. അന്ന് MLA-മാരുടെ ഫണ്ടുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സംയോജിച്ച് പോകാൻ കഴിയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. MP-മാരുടെ ഫണ്ടുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സംയോജിക്കാൻ കഴിയില്ല. കാരണം അത് കേന്ദ്ര ഗവൺമെൻറ് ഗൈഡ് ലൈൻ ആയതുകൊണ്ട് കഴിയുമായിരുന്നില്ല. പക്ഷേ കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ നമ്മുടെ ഫോം കണ്ടറിയാം, MLA വിഹിതം നമുക്ക് യോജിപ്പിച്ച് പോകാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇന്ന് MLA ഫണ്ടുകൾ പഞ്ചായത്തുകളുമായി സംയോജിച്ച പദ്ധതിയിലേക്ക് പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് MLA ഫണ്ട് പഞ്ചായത്തുകളെ സംയോജിത പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞാൽ വലിയ മാറ്റം ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിയും എന്ന 2-3 കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ബഹുമാനായ സഹകരണ വകുപ്പ് മന്ത്രി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായിരുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായിരുന്നു. തീർച്ചയായും അദ്ദേഹത്തിന് തദ്ദേശ സ്വയംഭരണ രംഗത്ത് വലിയ സംഭാവനകൾ ചെയ്യാൻ കഴിയുന്ന ഒരു വകുപ്പ് മന്ത്രി കൂടിയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഈ വകുപ്പ് 4ആയി തിരിക്കുകയും പ്ലാനിങ്ങും പഞ്ചായത്തും നഗരവും ഗ്രാമവുമൊക്കെയായി തിരിച്ച് പല മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. തീർച്ചയായും 5 വർഷക്കാലം അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെന്ന് യാഥാർത്ഥ്യമാണ്. അത് മാറ്റി ഈ ഗവൺമെൻറ് എല്ലാം ഒരു മന്ത്രിയെ ഏൽപ്പിച്ചു എന്നുള്ളത് പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കാനും
അതിന് മന്ത്രി അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒരിക്കൽ കൂടി ആധുനിക സംവിധാനങ്ങളോടുകൂടിയ പരിശീലന ബ്ലോക്ക് നാളുകളിൽ കേരളത്തിൻ്റെ ഗ്രാമപഞ്ചായത്തുകളുടെ മകമായി ആധുനിക മുഖമുള്ള പഞ്ചായത്തുകൾ ആയി മാറാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനായ ഡോക്ടർ കെ.ടി. ജലീൽ അവരുടെ ക്ഷണിക്കുന്നു. ദേശീയ അന്തർദേശീയ തലത്തിൽ ഇതിനകം തന്നെ ഏറെ കീർത്തി പിടിച്ചുപറ്റിയ അധികാര വികേന്ദ്രീകരണത്തെ ജനകീയമാക്കുന്നതിൽ നിരന്തരമായ പരിശീലനങ്ങളിലൂടെ കേരളത്തിലെ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥ വൃന്ദത്തെയും പ്രാപ്തമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പരിശീലന ബ്ലോക്കിൻ്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ഞാനും നിങ്ങളും സംബന്ധിക്കുന്നത്. ഹൃദ്യവും പ്രൗഢവുമായ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ അനിൽ അക്കര MLA, ഇന്നത്തെ ഈ ചടങ്ങിലെ മുഖ്യാതിഥിയും കൈപ്പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കേണ്ട വ്യക്തിയുമായ ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറെ ജനകീയനും നല്ല പ്രാപ്തനായ ഭരണാധികാരിയെന്ന് പേരെടുത്തിട്ടുള്ള വ്യക്തിയുമായ ബഹുമാന്യനായ സഹകരണ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ശ്രീ AC മൊയ്തീൻ അവർകളെ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീല വിജയകുമാർ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ലൈജു C. എടക്കളത്തൂർ, മുളങ്കുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ബെന്നി, തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ PR സുരേഷ് ബാബു, പുഴക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി രഞ്ജു വാസുദേവൻ, മുളങ്കുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ KH സുഭാഷ്, കിലയുടെ ഡയറക്ടറും അക്കാഡമീഷ്യനുമായിട്ടുള്ള ഡോക്ടർ PP ബാലൻ, കിലയിലെ ഫാക്കൽറ്റി മെമ്പറും പ്രൊഫസറുമായ ഡോക്ടർ സണ്ണി ജോർജ്, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെയേറെ ചാരിതാർത്ഥ്യത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ള സ്ഥാപനമാണ്. ഇതിനെ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കി ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഒരു സ്ഥാപനം ഒരു സർവകലാശാലയായാൽ മാത്രമേ ആ സ്ഥാപനത്തിന് വികാസവും വളർച്ചയും ഉണ്ടാകൂ എന്ന് നമ്മളാരും കരുതേണ്ടതില്ല. സർവകലാശാലയ്ക്ക് അതിൻ്റേതായ ഒരുപാട് പരിമിതികളും നമുക്ക് കാണാനാകും. അത്തരത്തിലുള്ള പരിമിതികൾ ഇക്കാലം അത്രയും ഈ സ്ഥാപനത്തെ ബാധിച്ചില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. നമുക്ക് കില എന്നുള്ള ലേബലിൽ തന്നെ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കി ഇനിയും ഒരുപാട് വികസിപ്പിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനെല്ലാവരുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു സ്ഥാപനമാകുന്നത് ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടോ മെച്ചപ്പെട്ട കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നത് കൊണ്ടോ അല്ല. ആ സ്ഥാപനത്തിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെടുന്ന ആളുകൾ, ഫാക്കൽറ്റി ഏറ്റവും കോമ്പിറ്റൻ്റ് ആയിട്ടുള്ളവരും
നാം അളക്കേണ്ടത്. ആ നിലക്ക് കില വളരെ നല്ല ഒരു സ്ഥാപനമായി ഇതിനകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വിഭാഗം ആളുകൾക്കും, ജനപ്രതിനിധികൾക്കും, ഉദ്യോഗസ്ഥർക്കും ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് വലിയ മതിപ്പും ഉണ്ടായിട്ടുണ്ട്. അതിന് ഈ സ്ഥാപനത്തിൽ നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിക്കുകയും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാ ഫാക്കൽറ്റി മെമ്പർമാരെയും അഭിനന്ദിക്കുവാൻ ഞാൻ ഈ വിലപ്പെട്ട സമയം ഉപയോഗപ്പെടുത്തുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് നഗര, ഗ്രാമ, പട്ടണ വ്യത്യാസമില്ലാതെയുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നുള്ളതാണ്. നഗരവികസനം വേറെയാണ്, ഗ്രാമവികസനം വേറൊരു ചാനലിൽ പോകേണ്ടതാണ്. പഞ്ചായത്ത് ഭരണ സംവിധാനം മൂന്നാമതൊരു വഴിയിലൂടെ യാത്ര ചെയ്യേണ്ടതാണ് എന്നുള്ള കാഴ്ചപ്പാട് തന്നെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സത്തയെ ചോർത്തിക്കളയും. ഇന്നത്തെ ഗ്രാമങ്ങളാണ് നാളെ നഗരങ്ങളായി രൂപപരിണാമം സംഭവിക്കുന്നത്. ആ നഗരങ്ങളാണ് വലിയ പട്ടണങ്ങളായിട്ട് പിന്നീട് മാറുന്നത്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ, പഞ്ചായത്ത് വ്യത്യാസമില്ലാതെ ഈ സംവിധാനത്തെ ഏകോപിപ്പിച്ചു എന്നുള്ളതാണ് ഈ സർക്കാർ ഈ മേഖലയിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. അതിനെ ആ ഒരു അർത്ഥത്തിലും രൂപത്തിലും സുശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്തിലെ ജീവനക്കാർ ഒരു വിഭാഗമാണ്, മുനിസിപ്പൽ ജീവനക്കാർ വേറൊരു വിഭാഗമാണ്, അതുപോലെ തന്നെ എൻജിനീയറിംഗ് വിങ് മൂന്നാമതൊരു വിഭാഗമാണ്. ഇങ്ങനെ ഓരോ തലങ്ങളിലുമുള്ളവർ വ്യത്യസ്തങ്ങളായിട്ടുള്ള വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സുകളിലായി വേർതിരിക്കപ്പെട്ട അവസ്ഥയാണ് നിലനിൽക്കുന്നത്. LSGD കോമൺ സർവീസ് എന്നുള്ള രൂപത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ജീവനക്കാരെയും ഒരു കോമൺ സർവീസിൻ്റെ പരിധിക്കുള്ളിൽ കൊണ്ടുവരിക എന്നുള്ളത് ഈ ഗവൺമെൻറ് ലക്ഷ്യമിടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പാലോളി മുഹമ്മദ് കുട്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് അവസാന നാളുകളിൽ ഇതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എങ്കിലും അതൊന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പാലോളിയുടെ പിൻഗാമി എന്നുള്ള നിലയിൽ അദ്ദേഹം ആരംഭിക്കുകയും നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത LSGD കോമൺ സർവീസ് എന്ന് പറയുന്ന കാര്യം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ് മുന്തിയ പരിഗണന നൽകുമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനെ ഒരു സിംഗിൾ പൂളാക്കി മാറ്റിയാൽ മാത്രമേ ഈ രംഗത്ത് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയൂ. നമുക്കറിയാം, പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നതോടെ അധികാരം ജനങ്ങളിലേക്ക് എന്നുള്ള മുദ്രാവാക്യത്തിന് പ്രചാരം ലഭിച്ചു. കേരളത്തിൽ അധികാര വികേന്ദ്രീകരണം യാഥാർത്ഥ്യമായത്, ജനകീയമായത്, അത് ജനങ്ങൾക്ക് അനുഭവേദ്യമാക്കി കൊടുത്തത് ജനകീയാസൂത്രണമാണ്. ജനകീയാസൂത്രണത്തിൻ്റെ അഭാവത്തിൽ അധികാര വികേന്ദ്രീകരണം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നടന്നു. പക്ഷേ ആ സംസ്ഥാനങ്ങളിലൊന്നും എന്താണോ അധികാര വികേന്ദ്രീകരണം കൊണ്ട് ലക്ഷ്യമിട്ടത് അത് നടക്കാതെ പോയി എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരളത്തിൽ അധികാര വികേന്ദ്രീകരണം എന്ന സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി കഴിഞ്ഞത് ജനകീയാസൂത്രണം എന്ന് പറയുന്ന ഒരു വലിയ വഴിത്താരയിലൂടെയാണ്. ആ ജനകീയാസൂത്രണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് അടിസ്ഥാനപരമായി വിശകലനം ചെയ്തു, കൈകാര്യം ചെയ്തു. ഗ്രാമസഭകളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ജില്ലയുടെ ആസ്ഥാന പ്രദേശത്തോ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തോ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോ മന്ത്രിമാരോ അല്ല ഒരു പഞ്ചായത്തിൻ്റെ വികസന അജണ്ടകൾ തീരുമാനിക്കേണ്ടത് എന്നുള്ള അടിസ്ഥാനപരമായ കാഴ്ചപ്പാട്, യാഥാർത്ഥ്യമാകുന്ന കാഴ്ച നമുക്ക് കാണുവാൻ വേണ്ടി കഴിഞ്ഞു ജനകീയാസൂത്രണത്തിലൂടെ. ഓരോ ഗ്രാമത്തിലെയും ജനങ്ങൾ എന്താണ് ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ പ്രത്യേകത, സവിശേഷത, ഭൂമിശാസ്ത്രപരമായ
അതത് പ്രദേശങ്ങളിലെ വികസന അജണ്ടകൾക്ക് രൂപം നൽകിയത്. ആ വികസന അജണ്ടകളാണ് ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പിലാക്കപ്പെട്ടത് എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്. അങ്ങനെയാണ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളെ നമുക്കൊരുപാട് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചത്. ഇപ്പോൾ ജനകീയാസൂത്രണത്തിൻ്റെ അതിൻ്റെ സമ്പൂർണതയിൽ അത് നിലനിൽക്കുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപാട് കൈകടത്തലുകൾ ഉണ്ടായി. അധികാര വികേന്ദ്രീകരണത്തിന് പകരം അധികാര കേന്ദ്രീകരണത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകൾ രൂപപ്പെട്ടു വരുന്ന സാഹചര്യമുണ്ടായി. ആ സ്ഥിതിവിശേഷം നമുക്ക് മാറ്റേണ്ടതുണ്ട്. അധികാര വികേന്ദ്രീകരണത്തെ നമുക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകണം. അതിനുവേണ്ടി ജനകീയാസൂത്രണത്തെ നമുക്ക് വീണ്ടും പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ട്. ഒരു രണ്ടാം ജനകീയാസൂത്രണത്തിന് സമയമായി എന്നുള്ളതാണ് എങ്ങും എവിടെ നിന്നും നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. തീർച്ചയായും രണ്ടാം ജനകീയാസൂത്രണത്തിന് സമാരംഭം കുറിക്കുമ്പോൾ കിലയെപ്പോലെയുള്ള ഒരു സ്ഥാപനത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ജനപ്രതിനിധികൾക്ക് പരിശീലനം നൽകുക എന്നുള്ളതിലാണ് കില ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ ഉദ്യോഗസ്ഥ വിഭാഗങ്ങൾക്കും ജീവനക്കാർക്കും വർഷത്തിൽ ഒരു ദിവസം ഒരു വർക്ക്ഷോപ്പ് ജില്ലാടിസ്ഥാനത്തിൽ നമുക്ക് നടത്തേണ്ടതുണ്ട്. റിഫ്രഷർ കോഴ്സ് എന്നോ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം എന്നോ നമുക്കതിനെ വിളിക്കാം. നമ്മളുടെ ജീവനക്കാർ പലപ്പോഴും അപ്ഡേറ്റഡ് ആകുന്നില്ല എന്നുള്ളതാണ് പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. വർഷത്തിലൊരിക്കൽ പുതിയ സങ്കേതങ്ങളെക്കുറിച്ച്, പുതിയ പുതിയ അറിവുകളെക്കുറിച്ച് അവർക്ക് ധാരണകൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. അധ്യാപകനായാൽ, ഒരു ജീവനക്കാരനായാൽ, ഒരാളൊരു ജീവനക്കാരനായാൽ, ഒരാൾക്കൊരു ജോലി കിട്ടിയാൽ പിന്നീട് തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടതൊന്നും താൻ പഠിക്കേണ്ടതില്ല എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു ധാരണ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അധ്യാപക ദിനം നാം കൊണ്ടാടുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിലാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒരിക്കൽ വിദേശ സർവകലാശാലകളിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തോടൊരു കുട്ടി ചോദിക്കുന്നത്, വാട്ട് ഈസ് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് ജോബ് ഇൻ ദി വേൾഡ്? ലോകത്തിലെ ഏറ്റവും ക്ലേശപൂർണമായിട്ടുള്ള ജോലി ഏതാണ്? ഒരു നിമിഷം പോലും ആലോചിക്കാതെ അധ്യാപകൻ കൂടിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അതിന് മറുപടിയായിട്ട് പറഞ്ഞത്, ടു ടീച്ച് എ ടീച്ചർ. ഒരധ്യാപകനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും ക്ലേശപൂർണമായിട്ടുള്ള ജോലി. ഇത് അധ്യാപകൻ്റെ കാര്യത്തിൽ മാത്രമുള്ളതല്ല. ഏതൊരു രംഗത്ത് ഒരാൾ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ PhD നേടുന്നുവോ അത് നേടിക്കഴിഞ്ഞാൽ പിന്നീട് തൻ്റെ ചിന്തയുടെ വാതിലുകൾ കൊട്ടിയടക്കാം. പിന്നീട് എൻ്റെ ചിന്തയിലേക്ക് മറ്റൊന്നും വരേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണ്. അതാണ് നമ്മളുടെ ഭരണതലം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ മാത്രം നടക്കേണ്ട കാര്യമല്ല. എല്ലാ ഉദ്യോഗസ്ഥ മേഖലയിലും വർഷത്തിലൊരു ദിവസം ഒരു ട്രെയിനിങ് പ്രോഗ്രാം, ഒരു വർക്ക്ഷോപ്പ് അവർക്ക് നൽകണം. അവരെ അപ്ഡേറ്റ് ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി സാധിക്കൂ. അതിന് കിലയുടെ സഹായം തീർച്ചയായും ആവശ്യമായി വരും. അതിനുള്ള മോഡ്യൂളുകൾ, അതിനാവശ്യമായിട്ടുള്ള മറ്റു കരിക്കുലം ഉൾപ്പെടെയുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. നല്ല ഫാക്കൽറ്റിയെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്ന സ്വപ്നം നമുക്ക് സാർത്ഥമാക്കുവാൻ വേണ്ടി സാധ്യമാവുകയുള്ളൂ. അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കപ്പെടുന്നതിന് മുൻപ് വ്യാപകമായിട്ടുള്ള ഉദ്യോഗസ്ഥ അഴിമതിയായിരുന്നു പല മേഖലയിലും നിലനിന്നിരുന്നത് എന്നുള്ള അഭിപ്രായം അക്കാലത്ത് ശക്തമായിരുന്നു. അതില്ലാതാക്കുവാൻ വേണ്ടിയാണ് ഗ്രാമത്തിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഗ്രാമങ്ങളിലെ ജനങ്ങളാണ് എന്ന് വന്നത്. പക്ഷേ അധികാര വികേന്ദ്രീകരണത്തോടൊപ്പം ചില ഘട്ടങ്ങളിലെങ്കിലും അഴിമതിയുടെ വികേന്ദ്രീകരണവും നടന്നുവോ എന്നുള്ളത് ഒരു സ്വയം വിമർശന ബുദ്ധിയ നാം ഓരോരുത്തരും നമ്മളുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അഴിമതിയെ എന്ത് വില കൊടുത്ത് നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യണം? അഴിമതി നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടാൽ മാത്രമേ അധികാര വികേന്ദ്രീകരണം അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുകയുള്ളൂ. തൻ്റെ അവകാശം തനിക്ക് കിട്ടാൻ ഒരാൾക്കും കൈക്കൂലി കൊടുക്കേണ്ട ഗതികേട് ഒരു പൗരനും ഉണ്ടാവാൻ പാടില്ല.
അതിനെ എന്ത് വില കൊടുത്തും നമ്മൾ ചെറുക്കേണ്ടതുണ്ട്. പണ്ടൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങിയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും നിർബാധം അത് തുടരുന്നു. അന്ന് അവർ പറഞ്ഞിരുന്ന ന്യായീകരണം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല കിട്ടുന്ന ശമ്പളം കൊണ്ട് എന്നാണ്. ഇന്ന് പക്ഷേ സ്ഥിതി അതല്ല. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മോശമല്ലാത്ത ശമ്പളം കിട്ടുന്നു. കിട്ടുന്ന ശമ്പളത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് അഴിമതി വ്യാപിക്കുന്നതിൻ്റെ കാരണം എന്ന് കണ്ടെത്തുവാൻ സാധിക്കും. 25,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ 1,00,000 രൂപ മാസശമ്പളം കിട്ടുന്നവനെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങുന്നിടത്ത് നിന്നാണ് അഴിമതിയുടെ വിത്തുകൾ പാകപ്പെട്ടു തുടങ്ങുന്നത്. നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ പലപ്പോഴും പല ഉദ്യോഗസ്ഥന്മാരും അഴിമതി നടത്തേണ്ടി വരുന്നത് അവരുടെ മക്കളെ പഠിപ്പിക്കാൻ അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകാൻ ഞങ്ങൾക്ക് കൈക്കൂലി വാങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ കൈക്കൂലി വാങ്ങുന്ന പണം കൊണ്ട് മക്കളെ പഠിപ്പിച്ചാൽ അവർക്ക് എവിടെയും എത്താൻ കഴിയില്ല എന്നുള്ളത് നാം എന്തുകൊണ്ടാണ് ഓർക്കാത്തത്? നമ്മൾ കൈക്കൂലി വാങ്ങിയാൽ നമ്മളുടെ മക്കളുടെ അടുത്ത് നിന്ന് കൈക്കൂലി വാങ്ങാൻ നാളെ നമ്മളുടെ സീറ്റിൽ ആളുകൾ വന്നിരിക്കും എന്നുള്ളത് ഓരോ ജീവനക്കാരനും ഉദ്യോഗസ്ഥനും ഓർക്കേണ്ടതുണ്ട്. തൻ്റെ അടുത്ത് വരുന്ന ഒരാളെ വരുന്ന മുറക്ക് തന്നെ കാര്യം സാധിപ്പിച്ച് പിരിച്ചയക്കാൻ കഴിയും എന്നിരിക്കെ അവനെ 4-5 പ്രാവശ്യം നടത്തുന്നവൻ വിസ്മരിച്ചു പോവുകയാണ്. ഈ കസേരയിൽ നിന്ന് താൻ ഇറങ്ങിക്കഴിഞ്ഞാൽ തൻ്റെ ഒരു കാര്യത്തിനു വേണ്ടി ഇതേ കസേരയിലിരിക്കുന്ന ആളുടെ അടുത്ത് താൻ വരുമ്പോൾ താനും ഇതുപോലെ ഒരുപാട് തവണ നടത്തിക്കപ്പെടും, അല്ലെങ്കിൽ തൻ്റെ മക്കൾ നടത്തിക്കപ്പെടും എന്നുള്ളത്. നമ്മൾ ആരോടെങ്കിലും ദ്രോഹം ചെയ്താൽ, നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്താൽ അതിൻ്റെ പലിശയും കൂട്ടുപലിശയും അടക്കം നമ്മളുടെ മക്കൾക്കോ നമുക്കോ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ചിന്ത നമ്മളെ ഓരോരുത്തരെയും മതിക്കേണ്ടതുണ്ട്. അഴിമതിയുടെ വ്യാപനത്തെ എന്ത് വില കൊടുത്തും നമുക്ക് തടയണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അന്യസംസ്ഥാന തൊഴിലാളികൾ, നമ്മളുടെ അയൽ സംസ്ഥാന തൊഴിലാളികൾ അതൊരു വലിയ പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പങ്കിനെ നിഷേധിച്ചുകൊണ്ട് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവരുടെ അധ്വാനത്തിൻ്റെ ഫലത്തെ നമുക്ക് നിഷേധിക്കാനും സാധിക്കില്ല. ഏതാണ്ട് 35 ലക്ഷത്തോളം മലയാളികളാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 30 ലക്ഷത്തോളം മലയാളികൾ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ ചെറിയ കച്ചവടക്കാരായി, കമ്പനി ജോലിക്കാരായി, ഹോട്ടലുകൾ നടത്തുന്നവരായി, വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് തടുത്തു നിർത്താനാവില്ല. ലക്ഷക്കണക്കിന് മലയാളികൾ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരായിട്ടുണ്ട്. 35 ലക്ഷത്തിലധികം ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരായിട്ടുണ്ട്. അവരൊക്കെ തന്നെ നമ്മളെപ്പോലെ അത്തരമൊരു ചിന്ത ഏതെങ്കിലും ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട്, കുറ്റവുമായി ബന്ധപ്പെട്ട് എടുത്താൽ നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ ഭാവി എന്താകുമെന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കണം. ഓരോ പഞ്ചായത്തിലും പ്രത്യേകമായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുടെ ഒരു കണക്കുണ്ടാവണം. പഞ്ചായത്തിലെ ജനങ്ങളുടെ കണക്ക് മാത്രമല്ല, ആ പഞ്ചായത്തിൽ അധ്വാനിക്കാൻ വേണ്ടി വരുന്ന മറ്റു സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളെ സംബന്ധിക്കുന്ന കണക്കും നാം സൂക്ഷിക്കേണ്ടതുണ്ട്. അവരുടെ ജീവിത പ്രയാസങ്ങൾ ദൂരീകരിക്കുവാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. 2 ദിവസം മുമ്പാണ് ഒരു പത്രത്തിലൊരു വാർത്ത വന്നത്. എന്തുകൊണ്ടാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ കുറ്റകൃത്യങ്ങളിൽ കൂടുതൽ വ്യാപൃതരാകുന്നത്? അവർ ചെയ്യുന്ന കുറ്റത്തെ ന്യായീകരിക്കുകയല്ല, പക്ഷേ വലിയ തെറ്റുകൾ ചെയ്യുന്നവർക്ക് വലിയ തെറ്റുകൾ തന്നെ, വലിയ ശിക്ഷകൾ തന്നെ നൽകണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും തർക്കവുമില്ല. അത് സ്വദേശിയായാലും വിദേശിയായാലും ഏത് സംസ്ഥാനക്കാരനായാലും ശരി. പക്ഷേ പ്രശ്നം അവരുടെ ജീവിത സാഹചര്യങ്ങൾ കുറച്ചെങ്കിലും മെച്ചപ്പെടുത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയും. പുതിയ കാലത്ത് അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതും നമ്മളുടെ നാട്ടിലെ ജനങ്ങൾക്ക് സ്വൈരവും സമാധാനപൂർണവുമായി ജീവിക്കുന്നതിന് അനിവാര്യമായി വന്നിരിക്കുകയാണ്. പുതിയ കാലത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം കാണുക എന്നുള്ളത് തീർച്ചയായും വരാൻ പോകുന്ന 2ാം ജനകീയ ആസൂത്രണത്തിൽ അഭിമുഖീകരിക്കുന്ന, അത് അഡ്രസ്സ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം തന്നെയാകും എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നമ്മളുടെ നാട്ടിൽ ആസൂത്രണത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ കടന്നു വരേണ്ടതായിട്ടുണ്ട്. കാവുകളുടെ സംരക്ഷണം നമ്മുടെ ആസൂത്രണത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ളൊരു ഭാഗമായിട്ട് മാറണം. ജൈവവൈവിധ്യമുള്ള മരങ്ങൾ, ഏറ്റവും പഴക്കമുള്ള മരങ്ങൾ, ഇതൊക്കെ കാവുകളുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഗ്രാമങ്ങളിൽ നിന്ന് നിലനിൽക്കുന്നത്.
അവയുടെ സംരക്ഷണം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. അതിൻ്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട തർക്കത്തിലേക്ക് പോകേണ്ട കാര്യമേ ഇല്ല എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ തോടുകൾ, നമ്മളുടെ പുഴകൾ, ഇവയിലൊക്കെ തന്നെ ചെക്ക് ഡാമുകൾ, തടയണകൾ, ഇതെല്ലാം നിർമ്മിക്കുന്നത് സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ വരും കാലത്ത് കാണേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ആസൂത്രണത്തിൻ്റെ ഭാഗമായി നമ്മളുടെ ആസൂത്രണ അജണ്ടകളിൽ ഉൾപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഈ വർത്തമാനകാലത്ത് അധികാര വികേന്ദ്രീകരണത്തെ ജനങ്ങൾക്ക് അനുഭവേദ്യമാകും വിധം അവർക്ക് നൽകുവാൻ വേണ്ടി കഴിയൂ. അതിന് ഇതുപോലെയുള്ള ട്രെയിനിങ് സെൻ്ററുകൾ ഇന്നിവിടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നമുക്ക് പ്രയോജനപ്പെടും വിധമാണ് ഒരു നല്ല കോൺഫറൻസ് ഹാൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കോൺഫറൻസ് ഹാളിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിങ്ങളെ എല്ലാവരെയും സാക്ഷിയാക്കി നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സ്വാഗതം. സ്വാഗതം. ഈ ഒരു ഉദ്ഘാടന പരിപാടിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സഹകരണ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ AC മൊയ്തീനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം ഇതിൽ സംബന്ധിക്കാമെന്ന് ഏൽക്കുകയായിരുന്നു. തികച്ചും ജനകീയമായിട്ടുള്ള മന്ത്രി, നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ, ഉദ്ഘാടകൻ പറഞ്ഞ പോലെ, ജനങ്ങളോടൊപ്പം ജീവിക്കുന്ന മാന്യദേഹം, സൗമ്യതയും ലാളിത്യവും പര്യായമായ ആ വ്യക്തി, അദ്ദേഹത്തിന് ഈ ചടങ്ങിലേക്ക് വളരെ ഹാർദമായി ഞാൻ സ്വാഗതം അരുളുകയാണ്. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ പരിശീലന പരിപാടിക്ക് എല്ലാവിധ പിൻബലവും നൽകുന്ന വ്യക്തിയാണ്. അവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പരിശീലനത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കപ്പെട്ട 3 കൈപ്പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം ബഹുമാനപ്പെട്ട സഹകരണ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ AC മൊയ്തീൻ അവർ നിർവഹിക്കുകയാണ്. ആ ചടങ്ങ് നിർവഹിക്കാൻ അത് ഏറ്റുവാകുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാറും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ബെന്നിയുമാണ്. മൂന്നാമതൊരെണ്ണം സ്വീകരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, രണ്ടാമത്തെ കൈപ്പുസ്തകം ഏറ്റുവാകുന്നത് പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശിലാഫലകം അൺവെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്.
ഉദ്ഘാടന സമ്മേളനം തുടർ പരിപാടി ആരംഭിക്കുകയാണ്. എല്ലാവരും ഹാളിനകത്ത് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ മുഖ്യ അതിഥി ശ്രീ AC മൊയ്തീൻ, ബഹുമാനപ്പെട്ട സഹകരണ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി, അദ്ദേഹത്തെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അധ്യക്ഷൻ ബഹുമാനായ MLA ശ്രീ അനിലക്കര, കൈപ്പുസ്തകങ്ങൾ ഏറ്റുവാങ്ങിയ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ഷീല വിജയകുമാർ, കിലയുടെ ഡയറക്ടർ കൂടിയായ ഡോക്ടർ PP ബാലമാസ്റ്റർ, അഡ്വക്കേറ്റ് ലൈജു C എടക്കളത്തൂർ, ബ്ലോക്ക് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ബെന്നി, PR സുരേഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം, ശ്രീമതി രഞ്ജു വാസുദേവൻ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, KH സുഭാഷ്, വൈസ് പ്രസിഡന്റ് മുളകുന്നത്തുകാവ്, ഡോക്ടർ സണ്ണി ജോർജ്, പ്രൊഫസർ കീല, വേദിയിലുള്ള മറ്റ് ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, ഇപ്പോൾ ഇവിടെ ആരംഭിക്കാൻ പോകുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കുള്ള പരിശീലനത്തിൻ്റെ കൈപ്പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്തത്. അത്തരമൊരു പ്രകാശന ചടങ്ങിന് കിലയിലേക്ക് എന്നെ ക്ഷണിച്ച കില ഡയറക്ടറോടും മറ്റുള്ള ആളുകളോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. പ്രഭാഷണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനൊരു പ്രഭാഷണത്തിനൊന്നും മുതിരുന്നില്ല. രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കണം എന്നെനിക്ക് തോന്നിയത്. അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഗവൺമെൻറ് കാഴ്ചപ്പാട് ഇവിടെ വിശദീകരിച്ചു. ഈ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയെ ശക്തിപ്പെടുത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിക്കാൻ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിനാവും. നിങ്ങളുണ്ടാക്കുന്ന വാർഷിക പദ്ധതിയിലെ ഉൽപ്പാദന മേഖലയെ സഹായിക്കാൻ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിനാവും. ജൈവ പച്ചക്കറി കൃഷിയുടെ വ്യാപനവുമായി ബന്ധപ്പെട്ട പുതിയ ആലോചനകൾ നല്ല പോലെ നടക്കുകയും ആളുകൾ സ്വീകരിക്കുകയും ചെയ്ത കാലഘട്ടമാണ്. ഉൽപ്പാദിപ്പിക്കുന്നതിന് പദ്ധതിയുണ്ടായാൽ കൃഷി വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും കൂടി സഹകരിച്ച് പദ്ധതിയുണ്ടാക്കിയാൽ ആ പദ്ധതിക്ക് സാമ്പത്തിക സഹായം നൽകാനും ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനത്തിൻ്റെ വിപണന സാധ്യത ഉറപ്പുവരുത്താനും സഹകരണ പ്രസ്ഥാനത്തിനാവും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം ഒരു ആലോചനയിലേക്ക് സഹകരണ വകുപ്പ് പോകണം എന്നുദ്ദേശിക്കുന്നുണ്ട്. അതാണ് ഒരു കാര്യം. വളരെ ലളിതമായൊരു പ്രക്രിയ ഒന്നും ആവില്ല. അത് നമുക്ക് കൂട്ടായിരുന്ന് ആലോചിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ പണമില്ല എന്നുള്ള പ്രശ്നമാണ് മുൻപന്തിയിൽ വരാറ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് ഇപ്പോൾ വായ്പ കൊടുക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സർപ്ലസ് ഫണ്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അവയെ നിയമവിധേയമായി എങ്ങനെ പ്രവർത്തിപ്പിക്കാനാവും, കൂടുതൽ സഹായിക്കാനാവും എന്നുള്ള കാര്യം ഞങ്ങൾ ആലോചിക്കുകയാണ് ഗവൺമെൻറ്. അപ്പോൾ ഈ അർത്ഥത്തിൽ സഹകരണ മേഖലയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ച് പോകേണ്ട വ്യത്യസ്ത കമ്പാർട്ട്മെൻറ്റുകളല്ല, ഒരുമിച്ച് നിൽക്കാൻ നമുക്കാകും. അതിൻ്റെ സാങ്കേതികവും നിയമപരവും നിർവഹണപരവുമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാനും സഹായിക്കാനും കിലയുടെ ഈ സംവിധാനത്തെ പ്രയോജനപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാനാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ കാര്യം കേരളത്തിലെ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ടതാണ്. വിനോദസഞ്ചാര എന്ന് പറയുന്നത് ഏതെങ്കിലും ഡെസ്റ്റിനേഷൻ്റെ വികസനമാണ് എന്ന സങ്കല്പത്തിലാണ് നമ്മളിപ്പോൾ. ഇന്ന സ്ഥലത്ത് വരുന്നുണ്ട്, സർക്കാർ ഇത്തിരി പണം മുടക്കണം, അങ്ങനെ പണം മുടക്കിയാൽ അതിൻ്റെ ഭാഗമായി ടൂറിസമായി. ടൂറിസം ഇന്നൊരു ഇൻഡസ്ട്രിയാണ്. മുതൽ മുടക്കുന്നുണ്ട് ആളുകൾ. മുതൽ മുടക്കാൻ കേരളത്തിലെ ആളുകൾ വരുമ്പോഴാണ് തൊഴിലുണ്ടാകുന്നത്. അപ്പം മുതൽ മുടക്കുന്നവരുടെ വെറുതെ വരില്ലല്ലോ, അതിനാവശ്യമായ പശ്ചാത്തലം ഇവിടെ ഉണ്ടാകണം. അപ്പോൾ സാമ്പത്തിക ഇടപാട് കൂടിയാണ് ടൂറിസം ഇന്ന് ലോകത്ത്, ഇന്ത്യയിൽ മാത്രമല്ല. ആ സ്ഥിതി വന്നിട്ടുണ്ട്. ടൂറിസം ഒരു സാമൂഹ്യ പ്രവർത്തനവും സാംസ്കാരിക ഇടപെടലും കൂടിയാണ്. എല്ലാം കൂടി ചേർന്ന ഒന്നായി ടൂറിസത്തിനെ കാണാനാകണം.
ഗവൺമെൻറ് ഇടപെടലുകളും കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടും ഒക്കെ പ്രയോജനപ്പെടുത്തിയ ഡെസ്റ്റിനേഷൻ്റെ വികസനവും ഒക്കെ നമുക്ക് നടത്താം. പക്ഷേ അങ്ങനെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ വികസിപ്പിച്ചുകൊണ്ട് എനിക്കെന്ത് ഗുണം? അതിന് പരിസരത്തുള്ള ആൾ ചിന്തിക്കുന്നു. അവിടെയാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെടലുകൾ ഞങ്ങൾ ആലോചിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുള്ള റെസ്പോൺസിബിൾ ടൂറിസം, അത് ഗവൺമെൻറ് മുഖ്യ അജണ്ടയായി വരാൻ പോവുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടൂറിസം ഇൻഡസ്ട്രിയെ സഹായിക്കാൻ വ്യത്യസ്ത കമ്പാർട്ട്മെൻറ്റുകളായി നിങ്ങൾ കാണേണ്ടതില്ല. അതിനെ ഒരു പഞ്ചായത്തിൻ്റെ കേരളമാകെ ഒരു ടൂറിസ്റ്റ് വില്ലേജാണ്. സാധ്യതകൾ എന്താണ്? എന്ത് പഠനമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്? ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുമ്പോൾ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പങ്കുണ്ട്. ഒരു സാംസ്കാരിക പ്രവർത്തനം കൂടിയാണ് ടൂറിസം എന്ന് പറയുമ്പോൾ ടൂറിസ്റ്റുകളോടുള്ള പെരുമാറ്റവും സമീപനവും ഒക്കെ നമുക്ക് ജനങ്ങളുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്തെടുക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് കഴിയുക. അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടലുകൾ വളരെ പ്രധാനപ്പെട്ടതായി ഞങ്ങൾ കാണുന്നു. ജനപ്രതിനിധികളുടെ പങ്കാളിത്തമില്ലാതെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ വികസനമാവില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോ, മുതൽ മുടക്കിയിട്ടുള്ള ടൂറിസം ഡെസ്റ്റിനേഷനുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ആ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ പരിപാലിക്കാൻ സർക്കാരിന് ഒറ്റത്തവണ പണം മുടക്കാനാവും. ടൂറിസം ഡെസ്റ്റിനേഷനുകളായി പ്രഖ്യാപിച്ച സ്ഥലത്ത് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്. ചിലയിടത്ത് നല്ല രീതിയിൽ പോകുന്നു, ചിലയിടത്ത് ശ്രദ്ധിക്കാൻ ആളില്ലാത്ത നാഥനായ അവസ്ഥയുണ്ടാകുന്നു. അവിടെ എന്താ ആ ഡെസ്റ്റിനേഷനുമായി ബന്ധപ്പെട്ട് പുതിയ ആകർഷണമുള്ളത്? ഉണ്ടാക്കി വെച്ച് നിർമ്മിച്ച സാധനങ്ങൾ കാണാൻ ഒരുപാട് ആളുകൾ വരില്ലല്ലോ. അപ്പോൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ, പുതിയ സംരംഭങ്ങൾ എന്ന് ആലോചിക്കുന്നത് കൾച്ചറൽ പ്രോഗ്രാം ഉൾപ്പെടെയുള്ള നമ്മുടെ നോവൽറ്റീസിനെ, നമ്മുടെ പാരമ്പര്യമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനുള്ള കേന്ദ്രമായി, നമ്മുടെ ഭക്ഷണം, സാധാരണ ഭക്ഷണം, ചൈനീസ് ഒന്നുമല്ല, അത് ആഗ്രഹിക്കുന്ന ആളുകൾ, ഇതുൾപ്പെടെ നമ്മുടെ ഭക്ഷണ രീതികൾ, നമ്മുടെ സാധനങ്ങൾ, ഇതൊക്കെ കിട്ടുമോ പ്രദേശത്ത് വന്നാൽ? അങ്ങനെ കിട്ടും എന്ന് വരുമ്പോൾ ആ സ്ഥലത്തേക്ക് എനിക്ക് സാധനം കൊണ്ടുപോയി ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ കൊണ്ട് എനിക്ക് ഗുണമുണ്ട്. ഒരു റിസോർട്ട് വന്നു. റിസോർട്ട് വന്നാൽ ആ റിസോർട്ടിലേക്ക് ആവശ്യമായ പാല് വേണം, കൊടുക്കാനാവുമോ? ഞങ്ങൾ കുമരകത്ത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത്. ആ ഡെസ്റ്റിനേഷനിലെ ഈ റിസോർട്ടുകൾക്ക് ഒരുപാടെണ്ണമുണ്ട് അവിടെ. ആദ്യഘട്ടത്തിലൊന്നും അവർ ഗുണനിലവാരമില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിന്നിരുന്നതാണ്. എന്ന് വെച്ചാൽ ഈ ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന സാധനമല്ല, തമിഴ്നാട്ടിൽ നിന്ന് ഒക്കെ വരുന്ന സാധനങ്ങൾ പ്രയോജനപ്പെടുത്തി അതിൽ മറ്റ് കാര്യങ്ങൾ. അപ്പോൾ ഇതിന് വിസമ്മതിച്ചാണ്. അപ്പോൾ ഹോട്ടലിൻ്റെ ഷെഫിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പച്ചക്കറിയുടെ ഗുണനിലവാരം പരിശോധിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കി. അത്തരത്തിൽ പോവുക. അവിടെ ആ റിസോർട്ടുകളിലേക്ക് ആവശ്യമായ പച്ചക്കറി മുഴുവനുണ്ട്. 600ഓളം ആളുകൾ ആ പ്രദേശത്ത് പച്ചക്കറി റിസോർട്ടുകളിലേക്ക് കൊടുക്കും. തൊഴിലുമായി ബന്ധപ്പെടുത്തുക. ജോബ് ഓറിയൻറ്റഡ് ആണ് ടൂറിസം. തൊഴിലവസരങ്ങൾ ഉണ്ടാകണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇടപെടാനാവും. ഒറ്റയ്ക്ക് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് സർക്കാരിന് ചെയ്യാനാവില്ല. ഞാൻ പ്രഭാഷണമല്ല എന്ന് പറഞ്ഞ് സംസാരിച്ചതിയോ, അതുകൊണ്ട് ഞാൻ നിർത്തുക അവിടെ. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഈ ടൂറിസം വികസനത്തിൻ്റെ പ്രവർത്തനങ്ങളിലും നമുക്കൊരു പുതിയ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ, അതിൽ ജനപ്രതിനിധികൾക്കുള്ള പങ്ക് ഉറപ്പുവരുത്താൻ. അതിൻ്റെ അർത്ഥം ടൂറിസം ഡെസ്റ്റിനേഷനുകളിലൊന്നും പുതിയ വികസനം ഇല്ല എന്നൊന്നും തെറ്റായി ധരിക്കേണ്ടതില്ല. നമുക്കത് പ്രയോജനപ്പെടുത്താനാവും. അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടു കൂടി തല ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളിലൊന്നായി കില 25 വർഷക്കാലമായി നിലനിൽക്കുകയാണ്. ഇതിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കാവുന്ന തുടർ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞ ഈ സാഹചര്യങ്ങൾ, ഞാൻ ചില ഉദാഹരണങ്ങളിലേക്ക് മാത്രമേ പോയുള്ളൂ. ഇത് വിസ്തരിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഹോം സ്റ്റേകൾ വരുന്നു ടൂറിസം രംഗത്ത്. നിലവാരമില്ല. ആയുർവേദ റിസോർട്ടുകൾ വരണം. കുറുന്തോട്ടിക്ക് ആസാമിലേക്ക് പോവുക. വിത്ത് കൊണ്ടുവരാൻ. ഞാനിത് വെറുതെ പറഞ്ഞല്ല. നമ്മുടെ ഔഷധ നിർമ്മാണ രംഗത്തുള്ള സ്ഥാപനമുണ്ടല്ലോ തൃശ്ശൂരിലെ, ഔഷധി സാധനമില്ല. ഔഷധ സസ്യങ്ങളെ വേർതിരിച്ചറിയാനുള്ള പരിശീലനമുള്ളവരില്ല. റിസോർട്ടുകളിലേക്ക് ആവശ്യമായ ഉഴിച്ചിലുകാരുണ്ടല്ലോ, അന്വേഷിച്ചപ്പോൾ ആവശ്യത്തിനില്ല. ഇവിടെയാണ് വ്യാജൻ വരണത്. ജോബ് ഓറിയൻറ്റഡാണ്. തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാം. ഔഷധ സസ്യ കൃഷിയിൽ പഞ്ചായത്തിന് ഇടപെടാനാവുമോ? ടൂറിസം വകുപ്പ് സഹായിക്കാൻ തയ്യാർ. ആയുർവേദ റിസോർട്ടുകളുമായി ഞങ്ങളൊരു ചർച്ച നടത്തി. അവർ പറഞ്ഞു ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാർ. കേരളത്തിൻ്റെ തൊഴിലവസരങ്ങളുടെ പ്രദാനം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന വഴികൾ ഇതൊക്കെയാണ്. നമുക്ക് ഒരുമിച്ച് നിൽക്കാം.
ഒരുമിച്ച് നിന്ന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്ന അഭിപ്രായം മാത്രം പ്രകടിപ്പിച്ച് വിശദമായ ചർച്ചയ്ക്ക് വീണ്ടും അവസരമുണ്ടാവും എന്നുള്ളതുകൊണ്ട് കിലയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ വാഗ്ദാനം ചെയ്ത് കില ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഉത്തരവാദപ്പെട്ട ഒരു അക്കാഡമിക് സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളുമായി മുന്നോട്ട് പോകണം എന്നുകൂടി അഭ്യർത്ഥിച്ച്, അങ്ങനെയല്ല എന്ന് വ്യാഖ്യാനിക്കേണ്ട എൻ്റെ ഈ വാക്കിൽ നിന്ന്, അത് കൂടുതൽ യശസ്സിലേക്ക് പോകാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ആശംസ പ്രസംഗങ്ങളാണ്. ആരും പോകരുത്. നമുക്ക് ഉദ്ഘാടന സമ്മേളനം ആരും പോകരുത്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഷീല വിജയകുമാർ ഈ ചടങ്ങിന് ആശംസ നേരുന്നു. ബഹുമാനായ അധ്യക്ഷൻ ശ്രീ അനിലക്കര MLA, ആദ്യമായിട്ട് ഞാൻ MLA എന്ന് വിളിക്കുന്നുണ്ടോ. പരിശീലന ബ്ലോക്കിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ KT ജലീൽ, നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സഹകരണ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ശ്രീ AC മൊയ്തീൻ അവർകൾ, അധ്യക്ഷ വേദിയിലിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലൈജു, മുളവന്തുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുരേഷ് ബാബു, രഞ്ജു വാസുദേവൻ, KH സുഭാഷ്, ഡോക്ടർ സണ്ണി ജോർജ്, ഡയറക്ടർ ഡോക്ടർ PP ബാലൻ, പ്രിയമുള്ളവരെ, എല്ലാവർക്കും തിരക്കാണ്, എനിക്കും തിരക്കാണ്. എങ്കിലും ഈ ഒരു വലിയ സ്ഥാപനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, 95 കാലഘട്ടത്തിലൊക്കെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി ജനപ്രതിനിധികൾക്ക് അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഒരുപാട് പരിശീലന ക്ലാസ് കൊടുത്ത ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ അതിൽ MLA-മാർക്കോ ഇപ്പം MLA-മാർക്ക് LKG ക്ലാസ് വേറെ സ്ഥലത്തായി എന്ന് നമ്മളിപ്പോൾ ഇന്നലെ കേട്ടു. പക്ഷേ അതിന് ഒരുപാട് പേർക്ക് ക്ലാസ്സുകൾ കൊടുത്ത് വലിയ ബോധവൽക്കരണം നമുക്ക് ലഭ്യമായ ഒരു സ്ഥാപനം. ഞാനൊക്കെ 95 കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു എന്നുള്ളതുകൊണ്ട് ജനകീയാസൂത്രണ പ്രസ്ഥാനം ആരംഭിച്ച കാലഘട്ടത്തിൽ ആ ജനകീയാസൂത്രണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വളരെ സന്തോഷപൂർവ്വം, വളരെ ജനപങ്കാളിത്തത്തോടു കൂടി, ഉദ്യോഗസ്ഥന്മാരോട് കൂടി സഹകരിച്ചുകൊണ്ട് ആ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ആ അധികാര വികേന്ദ്രീകരണം ജനങ്ങളിലേക്ക് എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ട് പോയി. അത് ഒരു വലിയ ആ 5 വർഷക്കാലം വിപ്ലവകരമായ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയൊരു സാഹചര്യമായിരുന്നു. അയൽസഭകൾ വിളിച്ചു കൂട്ടിക്കൊണ്ട് ജനങ്ങളോട് ചോദിച്ചുകൊണ്ട് എന്തൊക്കെ വികസനങ്ങളാണ് തൻ്റെ പ്രദേശത്ത് നടത്തേണ്ടതെന്നുള്ള തീരുമാനമെടുക്കുന്നതിന് തീർച്ചയായിട്ടും ആ നാട്ടിലെ ജനങ്ങൾക്ക് അത് സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും പിന്നീടുള്ള കാലഘട്ടത്തിൽ, ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നപ്പോൾ പലപ്പോഴും ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അന്നത്തെ ഒരു കാലഘട്ടത്തിലുണ്ടായ നമ്മുടെ ജനങ്ങളുടെ പങ്കാളിത്തവും പിന്നീടുണ്ടായ അധികാര കേന്ദ്രീകരണം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതാണ്, അധികാര വികേന്ദ്രീകരണം എന്നുള്ളത് അധികാര കേന്ദ്രീകരണമായ ഒരു കാലഘട്ടം കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായില്ല എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല, അനിലക്കര നിഷേധിച്ചാലും. കാരണം അതെല്ലാം ഉദ്യോഗസ്ഥന്മാരിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു രീതിയിലേക്ക്, അതുപോലെ തന്നെ കരാറുകാരിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു രീതിയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ജനങ്ങൾ കയ്യും കെട്ടി നോക്കി നിന്നുകൊണ്ട് ഒരു വികസന പ്രവർത്തനം നടപ്പിലാക്കി ഉദ്ഘാടനം ചെയ്യുന്ന സന്ദർഭത്തിലാണ് അതിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങൾ പലപ്പോഴും പറഞ്ഞിരുന്നത്. അത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാലഘട്ടമായിരുന്നു. തീർച്ചയായിട്ടും വരുന്ന 5 വർഷക്കാലം എന്ന് പറയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള നിരവധി ഫണ്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ടുകൾ വന്നിരിക്കുന്നു. എല്ലാം പാരലലായി പോകുന്നു എന്നുള്ളതാണ് ഞാനൊക്കെ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്.
ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് മാത്രമല്ല, നേരത്തെ ബഹുമാനായ നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ആ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എങ്ങനെ ഇത് യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം, കൂടുതൽ ഫണ്ട് നമുക്ക് ലഭ്യമാകും, കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് കോടിക്കണക്കിന് രൂപയാണ് വരുന്നത്. അത് ആ വകുപ്പ് മാത്രമായിട്ട് തൊഴിലുറപ്പ് കൈകാര്യം ചെയ്യുന്ന ആ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ അതിലെ അത് മാത്രമായിട്ട് ആ വകുപ്പ് മാത്രമായിട്ടാണ് അതിൻ്റെ വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഫണ്ട് വരുന്നു. SSIയുടെ ഒരുപാട് ഫണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ വരുന്നു. ഇതൊക്കെ പാരലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ യോജിപ്പിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളുമായി യോജിപ്പിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം. ഇപ്പം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരു ചെറിയ ഉദാഹരണം. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഉദ്യോഗസ്ഥയെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ പദ്ധതികൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ നമുക്ക് റിപ്പോർട്ട് തന്നത് കുളങ്ങൾ കെട്ടാം, അങ്ങനെ അപ്പോൾ നമ്മുടെ ജില്ലയിലുള്ള മുഴുവൻ കുളങ്ങളുടെ ലിസ്റ്റ് തരണം എന്നാവശ്യപ്പെടുകയും കുളങ്ങളുടെ ലിസ്റ്റ് നമുക്ക് ലഭ്യമാവുകയും ചെയ്തു. അതുപോലെ തന്നെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 72 അംഗനവാടികൾക്ക് 5 ലക്ഷം രൂപ വെച്ച് ഞങ്ങൾക്ക് കൊടുക്കാം എന്നാണ് സൂചിപ്പിച്ചത്. പക്ഷേ ഇതുവരെ അത് നമ്മൾ അറിഞ്ഞിരുന്നില്ല. ഈ 72 അംഗനവാടികൾക്ക് 5 ലക്ഷം രൂപയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് നമുക്ക് ഫണ്ട് വയ്ക്കുകയും അതുപോലെ 5 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് വയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ICDSൻ്റെ 2 ലക്ഷം വരുമെന്ന് പറയുന്നു. അത് നമുക്ക് പ്രതീക്ഷയില്ല. അപ്പോൾ ഈ 5 ലക്ഷം ഈ 10 ലക്ഷം കൊണ്ട് നമ്മുടെ ജില്ലയിലുള്ള മുഴുവൻ അംഗനവാടികൾ നമുക്ക് പ്രവർത്തനം അത് പണിതു കൊടുക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങളുടെ മനസ്സിനകത്തൊക്കെ തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്, 2 എസ്റ്റിമേറ്റ് ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ളതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ഇതൊക്കെ യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത്? ഇത് തനതായി ഇങ്ങനെ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ ഇന്ന സ്ഥാപനങ്ങളുണ്ട്, ഇന്ന വകുപ്പ്, ഇതൊക്കെ ശുചിത്വ മിഷനും അതുപോലെ തൊഴിലുറപ്പും ഇതെല്ലാം ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണെന്ന് പറയുകയും അവർ മറ്റൊരു ലൈനിൽ കൂടെ പോവുകയും അവരെങ്ങനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലും ഇത്തരത്തിലുള്ള കേന്ദ്രീകരണത്തിൻ്റെ ആവശ്യങ്ങളുണ്ട്. പദ്ധതി രൂപീകരണ സമയമാണിപ്പോൾ. ആ പദ്ധതി രൂപീകരണ സമയത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പരിശീലനം തീർച്ചയായിട്ടും നമ്മുടെ താഴെത്തട്ടിലൊക്കെ കൊടുക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇത്തരം വിഷയങ്ങൾ കൂടി ഇപ്പോൾ നമുക്കറിയാം, സ്കൂളുകളിൽ ഇപ്പോൾ ഞങ്ങൾ ജില്ലയിലുള്ള മുഴുവൻ സ്കൂളുകൾ, ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള 113 സ്ഥാപനങ്ങൾ, ആ 113 സ്ഥാപനം 58 ഉള്ളൂ എന്ന് ചിലപ്പോൾ അനിലക്കര പറയും, പക്ഷേ 113 ഉണ്ട്. ആ 113നെയും നമ്മൾ വിളിച്ച് അതിലെ PTA പ്രസിഡൻറ്റ്, അതിലെ പ്രിൻസിപ്പള്, അതിലെ HMമാർ അവരൊരു യോഗം വിളിച്ചപ്പോൾ അവിടെ നിന്ന് മനസ്സിലായത് അവിടെ ടോയ്ലറ്റുകളുടെ എണ്ണം ഒരുപാട് കുറവുണ്ട് എന്നുള്ളതാണ്. SSI ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു. ആ SSIയുടെ ഫണ്ട് ജില്ലാ പഞ്ചായത്തുമായിട്ട് എങ്ങനെ യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം? SSIയുടെ ഒരു ലിസ്റ്റ് വേറെ വരുന്നു. ഈ ലിസ്റ്റ് എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ BRC നിന്നാണ് വരുന്നത്. BRCക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിക്കുമ്പോൾ അറിയാത്തൊരു നിലപാട് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അധികാര കേന്ദ്രീകരണം ഒരു കാരണവശാലും നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് അധികാര വികേന്ദ്രീകരണം കൊണ്ടുവരികയും കൂടുതൽ ജനപങ്കാളിത്തത്തോടുകൂടി ജനങ്ങളിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുന്ന ഒരു രീതിയിലേക്ക് കൂടുതൽ ജനപങ്കാളിത്തത്തോടു കൂടി ഉദ്യോഗസ്ഥന്മാരുടെ സഹകരണത്തോടു കൂടി ജനപ്രതിനിധികളും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റം തീർച്ചയായിട്ടും വികസന മേഖലയെ നമുക്കുണ്ടാക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള നിരവധി ഫണ്ടുകൾ നമുക്കിടയിൽ കിടക്കുന്നുണ്ട്. ഇതുമായി പഠിച്ച് അതിന് ശേഷം ഇത്തരം പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ട് ഒരു വലിയ വികസന മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ഹാള് തീർച്ചയായിട്ടും അതിന് ഉപകരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസിക്കാൻ ഇനി എല്ലാവരും ഒന്നിച്ച് എല്ലാവരുടെയും ആശംസയാണ് ഇവിടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവസാനത്തെ ഇനം നന്ദി പ്രകാശനം അത് നിർവഹിക്കുന്നതിനായി ഡോക്ടർ സണ്ണി ജോർജ് കിലയിലെ പ്രൊഫസറാണ്, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹകരണ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ശ്രീ AC മൊയ്തീൻ, ഇവിടെ ഉദ്ഘാടനം നടത്തിയ ഡോക്ടർ KT ജലീൽ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ഈ പരിപാടിയുടെ അധ്യക്ഷൻ മിസ്റ്റർ അനിൽ അക്കര MLA, മറ്റ് വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, പ്രസ് മാധ്യമപ്രവർത്തകരെ, സുഹൃത്തുക്കളെ,
കിലയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നുപോയതെന്ന് ഇവിടെയുള്ള എല്ലാവരും വിചാരിക്കുന്നു. കിലയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടും കേരളത്തിൻ്റെ ഭാവിയുടെ അതിൽ തദ്ദേശ സ്വയംഭരണം മാത്രമല്ല മറ്റു വകുപ്പുകളുടെയും പ്രാധാന്യം, സഹകരണം, ടൂറിസം ഇതേപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ഒരു ക്ലാസ് കിട്ടിയതുപോലെയാണ് ഇവിടെ ഫീൽ ചെയ്തിരിക്കുന്നത്. കിലയെക്കുറിച്ച് വളരെ അഭിമാനപൂർവ്വം അതിൻ്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കുന്നതോടൊപ്പം ഭാവിയിൽ നടത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യതയോടു കൂടിയിട്ടുള്ള സൂചനയും നമുക്ക് ഇവിടുന്ന് കിട്ടുകയുണ്ടായി. നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലോട്ട് കിടക്കുകയാണ്. എല്ലാവർക്കും പോകാനുള്ള തിരക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഔപചാരികമായി നമ്മുടെ ഈ പുതിയ ബ്ലോക്കിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം നടത്തിയത് ഡോക്ടർ KT ജലീലാണ്. അദ്ദേഹത്തിന് തിരക്കുകൊണ്ട് അദ്ദേഹം അല്പം നേരത്തെ പോയി. അദ്ദേഹം ഈ തിരക്കിനിടയിൽ ഇവിടെ വരികയും നമ്മളെ സംബന്ധിച്ച് ഈ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കിലയുടെ വികസനത്തെ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് എന്ന രീതിയിൽ ഉയർത്തണമെന്നും അതേപോലെ നഗര ഗ്രാമ വികസനം അത് ഒരു വ്യത്യാസമില്ലാതെ ഇടതടവില്ലാതെ എല്ലാവർക്കും അതിൽ ഫീൽ ചെയ്ത് ഇൻവോൾവായി പ്രവർത്തിക്കണമെന്നും അതുപോലെ ഒരു കോമൺ സർവീസായി ഇതിലെ പ്രവർത്തന ജീവനക്കാർക്ക് വേണ്ടി അത് ഉണ്ടാക്കണമെന്നും അഴിമതിരഹിതവും അതുപോലെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ, അതായത് മനുഷ്യൻ്റെ ജീവിത ഗുണനിലവാരം എല്ലാവരുടെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഇൻക്ലൂസീവ് ഗ്രോത്തിന് നേതൃത്വം കൊടുക്കണമെന്ന ആശയവും അദ്ദേഹം ഉദ്ഘാടനത്തിന് സമയത്ത് പറയുകയുണ്ടായി. ഉദ്ഘാടനം ചെയ്ത ഈ ഹാള്, ആധുനിക ഹാൾ ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ KT ജലീലിന് ഹൃദയപൂർവ്വം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ശ്രീ AC മൊയ്തീൻ, നമ്മുടെ സഹകരണ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി, വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒന്ന് രണ്ട് വിഷയങ്ങൾ എടുത്ത് പറയുകയുണ്ടായി. സഹകരണം, അത് സഹകരിക്കുക എന്ന് പറയുകയല്ല, പൈസ തന്നു അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് അത് പ്രൊഡക്റ്റീവായിട്ട് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. പഞ്ചായത്ത് രാജ് ആക്റ്റിലും അതിൻ്റെ പ്രവർത്തനത്തിലും നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് ഉൽപ്പാദനം കുറയുന്നത് പലപ്പോഴും വിപണന സാധ്യതകൾ ഇല്ലാതിരിക്കുമ്പോഴാണ്. അപ്പോൾ വിപണന സാധ്യതകളുണ്ടെങ്കിൽ തീർച്ചയായും ഉൽപ്പാദനം ഉണ്ടാകും. അപ്പോൾ ആ രീതിയിൽ സഹകരിച്ചുകൊണ്ട് എല്ലാ മേഖലയിലും നമ്മളുടെ ജീവിതത്തിൻ്റെ അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ കൾച്ചർ വരെ മാറുന്ന രീതിയിൽ ഒരു വിദേശി അല്ലെങ്കിൽ സ്വദേശി നമ്മുടെ സ്ഥലത്ത് കാണാൻ വന്നാൽ നമ്മൾ ഏത് രീതിയിൽ പ്രവർത്തിക്കണം, ഏതൊക്കെ സൗകര്യം വേണം, അവർക്ക് സൗകര്യം ഒരുക്കുമ്പോൾ അതൊരു എക്കണോമിക് ആക്ടിവിറ്റിയായി അത് സൗകര്യം ഉറക്കുന്നവർക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനവും തൊഴിലും തരുന്ന രീതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിൽ പ്രവർത്തിക്കുന്നവരും ഒരു സാഹചര്യം ഉണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. കിലയുടെ വളർച്ചയ്ക്ക് കിലയെ വളരെ അഭിമാനപൂർവ്വം അതിൻ്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദിക്കുന്നതോടൊപ്പം കിലയുടെ വളർച്ചയ്ക്ക് എല്ലാവിധ സപ്പോർട്ടും തരാമെന്ന് അദ്ദേഹം നമ്മളോട് പറയുകയുണ്ടായി. ഇവിടെ എത്തിച്ചേരുകയും പുസ്തക പ്രകാശനം ചെയ്യുകയും നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത ശ്രീ AC മൊയ്തീൻ സാറിന് ഹൃദയപൂർവ്വം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ശ്രീ അനിൽ അക്കര MLA, അദ്ദേഹം ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോഴും കിലയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കുകയും അതിനുള്ള ആവേശം, അതിനുള്ള നേതൃത്വം തരികയും ചെയ്തിട്ടുണ്ട്. ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം വഹിച്ചതിനും പ്രത്യേകം നന്ദി പറയുന്നു ശ്രീ അനിൽ അക്കര. ഇവിടെ സംസാരിച്ച ശ്രീമതി ഷീല വിജയകുമാർ, പ്രസിഡന്റ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചും അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കിലയെക്കുറിച്ചും ഈ ഹാളിനെക്കുറിച്ചുള്ള ഭാവി ഉപയോഗത്തെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുകയുണ്ടായി. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പേരിൽ ശ്രീമതി ഷീല വിജയകുമാറിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ വന്ന് ഈ പരിപാടിയിൽ സഹകരിച്ച വേദിയിലിരിക്കുന്ന മറ്റ് ജനപ്രതിനിധികളുണ്ട്. അഡ്വക്കേറ്റ് ലൈജു C ഇടക്കളത്തൂർ, ശ്രീമതി ബിന്ദു ബെന്നി, ശ്രീ PR സുരേഷ് ബാബു, ശ്രീമതി രഞ്ജു വാസുദേവൻ, ശ്രീ KH സുഭാഷ്, എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഈ കിലയിലെ എൻ്റെ സഹപ്രവർത്തകർക്കും ഇതിനുവേണ്ടി ശ്രമിച്ച എല്ലാവർക്കും പ്രത്യേകം ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടി ഇത്തരം രീതിയിലൊരു പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിന് ഞങ്ങൾക്കിവിടെ കിലയിൽ നേതൃത്വം തന്ന ഡോക്ടർ PP ബാലൻ, കിലയുടെ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ വിഷൻ കൊണ്ടാണ് ഒട്ടനവധി കാര്യങ്ങൾ വന്നതും. ഇങ്ങനെ ഒരു ഹാള് ഇതുപോലെ ആധുനികമായ രീതിയിൽ വിദേശികളും മറ്റും വരുമ്പോൾ വിദേശ ആൾക്കാരുടെയൊക്കെ ആദ്യകാലത്തുള്ള വരവും പിന്നീട് അതിൻ്റെ കൂടുതൽ വരുന്നതിനും പ്രധാന കാര്യം ഡോക്ടർ ബാലൻ സാറിൻ്റെ പ്രത്യേകമായ ശ്രദ്ധയുണ്ടായിരുന്നു എല്ലാ കാലവും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് ഇത്ര മനോഹരമായ ഒരു ഹാള് ഇവിടെ ഒരുക്കി തരുന്നതിന് അദ്ദേഹം നേതൃത്വം തന്നു.
ഡോക്ടർ ബാലൻ സാറിന് ഹൃദയപൂർവ്വം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതിൽ ഒട്ടനവധി ആൾക്കാർ പങ്കെടുത്തു. അതിൽ പരിശീലനത്തിന് വന്നവരുണ്ട്, ഇവിടുത്തെ അധ്യാപകരുണ്ട്, ഇവിടെ പ്രവർത്തിക്കുന്ന ഓരോ ജീവനക്കാരുമുണ്ട്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഞാൻ ചോദിച്ചത് സെറ്റ് കാണാനില്ല. സെറ്റ്